അതെ. അതെ. കുവൈറ്റ് വിമാനത്താവളത്തിലെ ഡ്രോൺ ആക്രമണം, അതിൻ്റെ തുടർച്ചയായി വന്ന ദൃശ്യങ്ങളാണിത്. ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു എന്ന വിവരമാണ് അവിടെ നിന്നിപ്പോൾ ലോകമറിയുന്നത്. അല്പം ആശങ്കയുടെ മണിക്കൂറുകളാണ്, ആശങ്കയുടെ രാത്രിയാണ് കടന്നു പോകുന്നത്. ഗൾഫ് മേഖലയിലേക്ക് യുദ്ധം വ്യാപിക്കുന്നു, ആക്രമണം വ്യാപിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ് നമ്മളെ സംബന്ധിച്ചും. കുവൈറ്റിൽ വിമാനത്താവളത്തിൽ ടെർമിനൽ 1 മിസൈൽ അവശിഷ്ടങ്ങൾ വീണു, 5 പേർക്ക് പരിക്കേറ്റു എന്നതാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ. അതിനിടയിൽ ദുബായിലും ഇറാന്റെ ആക്രമണ ശ്രമമുണ്ടായി എന്ന ഒരു വിവരം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്കാർ, മലയാളികൾ ഏറെയുള്ള ദുബായിൽ ഉൾപ്പെടെ ആക്രമണം മുനമ്പിലേക്ക് എത്തുകയാണ്. കുവൈത്തിന്റെ പ്രത്യാക്രമണം തുടരുന്നു. അതേസമയം തന്നെ കുവൈറ്റിന് നേരെയുള്ള കുവൈറ്റിന് നേരെയുള്ള ആക്രമണങ്ങളുടെ തുടർച്ചയായി പലവിധ പ്രതികരണങ്ങളുമൊക്കെ വരുന്നുണ്ട്. ദുബായിലും ഇറാന്റെ ആക്രമണ ശ്രമമുണ്ടായി, ആകാശത്ത് വെച്ച് മിസൈലുകൾ തകർത്തു എന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ്. സുരേഷ് മറ്റുമുണ്ട്. സുരേഷ്, ഈ രാത്രിയിൽ സംഭവിക്കുന്ന എന്താണ്? നേരത്തെ കണ്ട ദൃശ്യങ്ങൾ കുവൈറ്റിൽ നിന്നുമുള്ളതാണ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ 1ാം ടെർമിനലിലാണ് ആക്രമണം ഉണ്ടായത്. അത് ആദ്യം മിസൈൽ അവശിഷ്ടങ്ങൾ പതിക്കുന്നു എന്നുള്ള വിധത്തിലാണ് വാർത്തകൾ വന്നത്. പക്ഷേ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളൊക്കെ തന്നെ അതൊരു ഡ്രോൺ ആക്രമണമായിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. 5 പേർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. അവർ ഏത് രാജ്യക്കാരാണെന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടില്ല. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. അമേരിക്കൻ ക്യാമ്പുകൾക്ക് നേരെ, അമേരിക്കൻ സൈനിക ബേസുകൾക്ക് നേരെയായിരുന്നല്ലോ ലക്ഷ്യം നേരത്തെ, അത്തരം ആക്രമണങ്ങളായിരുന്നത്. ഈ വിമാനത്താവളത്തിന് നേരെയുള്ള ആക്രമണത്തിന്റെ സാഹചര്യം എന്താണ്? വിമാനത്താവളത്തിന് സമയത്ത് US ബേസ് ഉണ്ടോ, അതോ വിമാനത്താവളത്തെ കൂടി ലക്ഷ്യം വയ്ക്കുകയാണോ പ്രത്യാക്രമണം തടയുന്നതിന്റെ ഭാഗമായി? രണ്ട് കാര്യങ്ങളാണ് ഒന്നുള്ളത്. ഒന്ന്, കുവൈറ്റിലെ വിമാനത്താവളത്തിൽ നിന്നും അധികം അകലെ അല്ലാതെയാണ് അമേരിക്കയുടെ സൈനിക താവളം ഉള്ളത്. അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിന്റെ മുകളിലൂടെ നടത്തിയിട്ടുള്ള ഒരു ആക്രമണം അത് കുവൈറ്റ് തകർത്തതിന്റെ ഭാഗമായിട്ടായിരിക്കും വിമാനത്താവളത്തിലേക്ക് വന്നിട്ടുള്ളത്. അല്ലാതെ നേരിട്ട് വിമാനത്താവളത്തെ തുടക്കത്തിൽ ലക്ഷ്യം വെച്ചിട്ടുണ്ടാകാനിടയില്ല. കാരണം ഇറാൻ അക്കാര്യം വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിരുന്നു. അമേരിക്കൻ സൈനിക ക്യാമ്പുകൾക്ക് നേരെ മാത്രമായിരിക്കും ആക്രമണം നടത്തുക എന്നുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഇവിടെ ദുബായിലാണെങ്കിലും ആക്രമണം നടത്തുന്നത്. ദുബായിലെ ഏക സൈനിക താവളം ഉള്ളത് അമേരിക്കയുടേതുള്ളത് അബുദാബിയിലാണ്. അബുദാബിയിലെ അൽദഫ്രയിലാണ്. പക്ഷേ ഇന്ന് അവിടെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ ഒരാൾ മരിച്ചത് അൽദഫ്രയിലല്ല, ഒരു പാകിസ്ഥാൻ സ്വദേശിയാണ് മിസൈൽ ആക്രമണത്തിൽ മരിച്ചത്. അപ്പോൾ തീർച്ചയായും ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഇറാന്റെ മിസൈലുകൾ UAE ആണെങ്കിലും കുവൈറ്റ് ആണെങ്കിലും ഖത്തർ ആണെങ്കിലും ഒക്കെ തകർക്കുന്നു. അതിന്റെ അവശിഷ്ടങ്ങൾ വീണിട്ടുണ്ടാകുന്ന അപകടങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ ഉണ്ടാകുന്നത്. മാത്രമല്ല, ഇറാൻ അതേ സമയത്ത് തന്നെ വ്യാപകമായിട്ടുള്ള ആക്രമണം നടത്തുന്നു എന്നുകൂടെ വേണം ദുബായിലെ ആക്രമണം മനസ്സിലാക്കാൻ. കാരണം ദുബായിലേക്ക് ഒരു ആക്രമണം നടത്തുക, അത് ജബലലി ഭാഗത്തേക്കാണ് ആക്രമണം വന്നിട്ടുള്ളത്. ജബലലിയിലാണ് ദുബായിയുടെ 2ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം ഉള്ളത്. അൽമക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളം ഉള്ളത്. ആ ഭാഗത്തേക്കായിരുന്നു ഈ ആക്രമണം. അപ്പോൾ തീർച്ചയായും സൈനിക ക്യാമ്പുകൾ മാത്രമല്ല ഇപ്പോൾ ഇറാൻ ലക്ഷ്യം വെക്കുന്നത്. വ്യാപകമായി അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടി നൽകുക, അത് കഴിഞ്ഞ തവണ ആക്രമണം ഉണ്ടായപ്പോൾ അത് സാധിച്ചിരുന്നില്ല. വളരെ സജ്ജമായിരുന്ന ഇറാൻ എന്ന് വ്യക്തമാക്കുക, അമേരിക്കയെ ബോധ്യപ്പെടുത്തുക, അതാണിപ്പോൾ മനസ്സിലാക്കേണ്ടത്.